ഞാനിതൊക്കെ മിത്താണെന്നാണ് വിചാരിച്ചിരുന്നത്. മിത്ത്, ഐതിഹ്യം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന എത്രയോ കാര്യങ്ങൾ ശരിക്കുള്ളതാണെന്നറിയാം. വർഷങ്ങൾക്ക് മുമ്പ് കാടുകൾക്കുള്ളിൽ തളയ്ക്കപ്പെട്ട ആ ശക്തിയെ സണ്ണി എന്ന യുവാവ് തുറന്നു. നീലിയെ തളയ്ക്കാൻ വേണ്ടി ഒരു മന്ത്രവാദിയുടെ സഹായം അവർ തേടി. എന്നാൽ അമാവാസി നാളിൽ മാത്രമേ അവളെ തളയ്ക്കാൻ പറ്റുമായിരുന്നുള്ളൂ. ഇതറിഞ്ഞ മന്ത്രവാദി ഒരു പേട്ടക്കാരനായ സണ്ണിയും നീലിയും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കിയെടുക്കുകയും അവനെ കൊണ്ട് മാത്രമേ അവളെ തളയ്ക്കാൻ പറ്റുമെന്ന കാര്യം എല്ലാരെയും അറിയിച്ചു. അങ്ങനെ അവന്റെ സഹായത്തോടെ അവളെ തളയ്ക്കുകയും ഒരു ശില്പത്തിലേക്ക് അവളെ ആവാഹിച്ചു കയറ്റുകയും ചെയ്തു. എന്നാൽ നീലിക്കുണ്ടായ ഭവിഷ്യത്തുകളിൽ സണ്ണിക്ക് അപ്പോഴും വിഷമമുണ്ടായിരുന്നു. നീ ഇവിടെ ഉണ്ടാവണമെന്ന് മാത്രമേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അറിയില്ല, മൂപ്പര് പറയും. ഇത്രയൊക്കെയാണെങ്കിലും നീലിയെ തങ്ങളുടെ കൂട്ടത്തിലെ ദൈവമായി ആദിവാസികൾ ആദരിച്ചിരുന്നു. പക്ഷെ കത്തനാരോ മറ്റോ തലയിൽ ആണിയടിച്ച് കൊന്നുന്നാണല്ലോ കേട്ട് കേൾവി. എനിക്ക് ഒറ്റയ്ക്ക് തളയ്ക്കാൻ പറ്റാത്ത രണ്ടുപേരുണ്ട്. അവരെ പിടികൂടാൻ എനിക്ക് നിന്റെ സഹായം ആവശ്യമാണ്. അതോടുകൂടി കാടിന്റെ മക്കൾക്ക് നീലി ഒരു ദേവിയായി, അല്ലാത്തവർക്ക് അവള് രക്ഷി. അപ്പൊ നീലി ശരിക്കും മരിച്ചോ? നീലി ഇവിടെ എവിടെയോ ഉണ്ട്, ഞാൻ കണ്ടുപിടിക്കും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു സാധാരണ സ്ത്രീയല്ല അവൾ. ഇതെല്ലാം உங்களுக்கு எப்படி தெரியும்? പറ്റിയ വീണ്ടും കാണും.